എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറി ബേബിയുടെ വാക്സിനേഷനെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് ലുലു മോളിലേക്കാണ്. കിംസ് ഹോസ്പിറ്റലിൽ നമ്മൾ എപ്പോൾ വന്നാലും സമയം ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തായതുകൊണ്ട് ലുലു മോളിൽ കയറാറുണ്ട്. നമ്മുടെ ചെറി ബേബിക്ക് അവിടെ വരുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉച്ച നേരത്തെ ആഫ്റ്റർനൂൺ സമയത്തൊക്കെ വന്നതുകൊണ്ടായിരിക്കാം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ മാളിനകത്ത് കയറി കഴിഞ്ഞാൽ ഇറങ്ങുന്ന സമയം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഇറങ്ങിയ സമയത്ത് ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പുതിയ പുതിയ സ്റ്റോഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അവിടെ നല്ല കളക്ഷൻസും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മിനീസ് എന്ന് പറഞ്ഞൊരു കൊച്ചു കുട്ടികളെ കട ഉണ്ടല്ലോ, മിനി എന്ന് പറഞ്ഞാൽ അവിടെ കയറിയിട്ട് ചെറി ബേബിക്ക് സോക്സ് നോക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഇപ്പോഴത്തെ ഏജിലില്ല, 1 ഇയർ തൊട്ടാണ് അവിടെ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് വാങ്ങാനായിട്ട് പറ്റിയില്ല. പിന്നെ നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് വിട്ടു. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇപ്പം ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ളൊരു ഫുഡ് സ്റ്റോളാണ് റാപ്പ് വൈബ്സ്. അവിടെ ഒരുപാട് തരം റാപ്സ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് കോസ്റ്റ്ലി ആണ്. പിന്നെ പൊതുവേ മോളിലുള്ള എല്ലാ ഫുഡും കുറച്ച് കോസ്റ്റ്ലിയാണ്. പക്ഷേ ഇവിടെ നല്ല വേർത്താണ്. നല്ല അടിപൊളി റാപ്പും എല്ലാം അടിപൊളിയാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയിലാണ് ഇത് സെർവ് ചെയ്യുന്നത് കണ്ടോ. പാക്കിംഗ് ഒക്കെ ഉണ്ടോ, എല്ലാം ഭയങ്കര പ്രീമിയം ലെവലാണ്. പിന്നെ ബോബാക്കാട്ട് എന്ന് പറഞ്ഞു ഇവിടെ ഈ ഒരു സ്റ്റോറിൽ കയറിയിട്ടുണ്ടായിരുന്നേ. എനിക്ക് ബോബാഷയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ പ്രത്യേകിച്ചും സ്ട്രോബെറി. എനിക്ക് ആ ബോബയുടെ ആ ഒരു ചൂയി ടെക്സ്ചർ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ബേസ്റ്റിംഗ് ബോബാസ് ആയിരുന്നു. അതെനിക്ക് അറിയില്ലായിരുന്നു. അത്യാവശ്യം അത് കുറച്ച് റേറ്റും ആയിരുന്നു. അപ്പോൾ അതെനിക്ക് വാങ്ങിയപ്പോഴത്തേക്കും കുറച്ച് വിഷമമായി. കാരണം അത് വേണ്ടായിരുന്നു എന്നെനിക്ക് തോന്നി. ഇത് നമ്മുടെ റാപ്പാണ്. അത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. എന്താ പറയുക, വർത്ത് ഫോർ മണിയാണ്. കാരണം അതിൻ്റെ ക്വാളിറ്റി ഇല്ലേ, നല്ല വർത്ത് ഫോർ മണിയാണ്. എൻ്റെ മുഖം കണ്ടോ, ഞാൻ ഭയങ്കര സന്തോഷത്തിൽ ആ ബോബാഷേക്ക് കുടിക്കാനായിട്ട് ഞാൻ ഇരുന്നതാണ്. പക്ഷേ ഞാൻ കുടിച്ച് നോക്കിയ സമയത്ത് ആ ബോബ ഞാൻ ഒന്ന് കഴിച്ചത് പെട്ടെന്ന് ബേസ്റ്റായി. ഇപ്പോൾ ബേസ്റ്റിംഗ് ബോബാസാണ്. അത് എനിക്ക് തീരെ ഇഷ്ടമായില്ല. കണ്ട ബോബ എനിക്ക് എന്താ പറയുക, അങ്ങനൊരു ബോബ വേരിയൻ്റ് ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. അപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ആ ചൂയി ബോബ ആയിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ എനിക്കറിയില്ല. അപ്പോൾ അവിടെ ഉണ്ടാവാം. അപ്പോൾ നിങ്ങളവിടെ പോകുന്ന സമയത്തെ ഒന്ന് ചോദിച്ചിട്ട് ആ ബോബ ആണോ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം അത്യാവശ്യം കുറച്ച് കോസ്റ്റ്ലി കൂടെയാണ്. പിന്നെ നമ്മൾ പോയത് ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു. ഹൈപ്പർ മാർക്കറ്റിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അതിന് മുന്നേ ഞാൻ നൈക്കയിൽ കയറിയിട്ട് 5 ഷീറ്റ് മാസ്ക് വാങ്ങിച്ചാൽ 5 ഫ്രീ അങ്ങനെയുണ്ട്. അപ്പോൾ 500 കൊടുത്തു കഴിഞ്ഞാൽ 10 ഷീറ്റ് മാസ്ക് കിട്ടും. എനിക്കത് ഭയങ്കര ഡിഫറൻസ് ആണ് കേട്ടോ നൈക്കയുടെ. ഞാനത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ പോകുന്ന സമയത്തൊക്കെ വാങ്ങി വയ്ക്കാറുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് പോകുന്ന സമയത്ത് ഞാൻ ഫേസിലിടുമ്പോൾ അതെനിക്ക് ഭയങ്കര ഡിഫറൻസ് തരാറില്ല. പിന്നെ ഞാൻ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് പായസം മിക്സ് വാങ്ങിച്ചു. ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ വീട്ടിൽ മന്തി ഉണ്ടാക്കാനായിട്ട് കുറച്ച് സ്പൈസസ്, ഈ ഡ്രൈ ലെമൺ, ബേ ലീവ്സ്, അങ്ങനെ കുറച്ച് സ്പൈസൊക്കെ കുറച്ച് കൂടുതൽ വേണമല്ലോ. പിന്നെ ഗോൾഡൻ സെല്ല റൈസ്, അതൊക്കെ എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സിസ്റ്ററിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ലോട്ടി ചോക്കോപ്പ. അപ്പോൾ അവർക്ക് വേണ്ടി അതൊന്ന് വാങ്ങി. ഞങ്ങൾ മുകളിലോട്ടൊക്കെ കറങ്ങി താഴെ ഹൈപ്പർ മാർക്കറ്റിൽ വന്നപ്പോഴത്തേക്കും അവിടെ നല്ല റഷ് ആയിട്ടുണ്ടായിരുന്നു. കാരണം വന്ന സമയത്ത് ഹൈപ്പർ മാർക്കറ്റ് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. പിന്നെ വൈകിട്ട് ആകാറായപ്പോഴത്തേക്കും നല്ല റഷ് ഉണ്ടായിരുന്നു. എല്ലാവരും വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് എല്ലാവരും സാധനങ്ങൾ വാങ്ങാനായിട്ട്. കാരണം നല്ല ലാഭമാണ് കേട്ടോ. ലുലു എന്ന് പറഞ്ഞാൽ ഹൈപ്പർ മാർക്കറ്റിൽ അങ്ങനെ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിനൊന്നും അങ്ങനെ ഭയങ്കര പ്രൈസൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര ലാഭമായിട്ടാണ് തോന്നിയത്. പിന്നെ ടൊമാറ്റോ സോസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു. മാഗി ക്യൂബ്സ് വാങ്ങണ്ടേ, നമ്മുടെ ചിക്കൻ സ്റ്റോക്ക്, അതാണ് നമ്മുടെ മന്തിയിൽ കുറച്ചുകൂടെ ഫ്ലേവർ വരുന്നത്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഞാൻ ഒരുപാട് ഹൈപ്പേഴ്സിലൊക്കെ പോയി അന്വേഷിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇനി ലുലുവിൽ പോയാലേ സംഭവം കിട്ടത്തുള്ളൂ എന്ന്. പിന്നെ എനിക്ക് ചാർക്കോൾ മാത്രം കിട്ടിയില്ല. അത് നമ്മുടെ ട്രിവാൻഡ്രത്ത് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്മോക്ക് ചെയ്യാനായിട്ട് ആ സംഭവം ഒന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണ് വാങ്ങുന്നത്, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് എവിടെ അവൈലബിൾ ആയിരിക്കും എന്നുള്ളത് അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻസിൽ ഷെയർ ചെയ്തേക്കണേ. കുറച്ച് നേരം ചെറുക്കൂടൻ അമ്മയുടെ അടുത്തിരിക്കും. കുറച്ച് നേരം എന്നെ കാണുമ്പോഴത്തേക്കും അവന് സങ്കടം വരും, എൻ്റെ അടുത്തിരിക്കാൻ കൊതിയാവും, എൻ്റെ അടുത്ത് വരും. പിന്നെ വാക്സിനൊക്കെ എടുത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ അവൻ എന്തെങ്കിലും ഒരു വേദന ഉണ്ടെങ്കിൽ അവൻ എൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ് കൂടുതലും സേഫായിട്ട് അവന് തോന്നുന്നത്.
പിന്നെ കുറച്ച് നേരം നല്ല സ്വഭാവമായിട്ട് നല്ല ചില്ലാകുന്ന സമയത്ത് ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുക്കും. അമ്മയുടെ കയ്യിൽ നിന്ന് വീണ്ടും എന്നെ കാണുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് ചാടും. അങ്ങനെ എക്സ്ചേഞ്ച് ആകുമ്പോൾ ഉറങ്ങിയൊന്നുമില്ല അവിടെ വെച്ച്. അപ്പം നല്ല കളർഫുൾ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് അതൊക്കെ കണ്ട് വേറെ സീനൊന്നും ഇല്ലാതെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആയിരുന്നു. ലെമണൊക്കെ ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങി. കുറച്ച് കൂടുതൽ സാധനങ്ങൾ വാങ്ങാനായിട്ടുണ്ടായിരുന്നു. പ്രൈസ് കമ്പാരിറ്റീവ്ലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് നല്ലതാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ചീത്തയാകാണ്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. പുറത്ത് എല്ലാ സ്ഥലത്തും വാങ്ങുന്ന ഒരു പ്രൈസ് കൊടുത്താലും മതി. ഈ വെജിറ്റബിൾസൊക്കെ പെട്ടെന്ന് കവറിലാക്കി പാക്ക് ചെയ്ത് പോയി വെയ് ചെയ്യുന്ന കാര്യത്തിൽ അമ്മയെക്കാളും സ്പീഡ് എനിക്കാണ്. മിക്കവാറും ആ കാര്യത്തിൽ ഞാനും അമ്മയും എവിടെ, അത് രാമചന്ദ്രനിലായിരുന്നാലും പോത്തീസിലായിരുന്നാലും എവിടെ ആയിരുന്നാലും സാധനം വാങ്ങാൻ പോകുന്ന സമയത്ത് ഹൈപ്പറിൽ കയറുന്ന സമയത്ത് ഞാനും അമ്മയും വഴക്കാവും. കാരണം അമ്മ കുറച്ച് സ്ലോ പ്രോസസ്സിൽ നിൽക്കും, ഞാൻ പെട്ടെന്ന് സ്പീഡിൽ നിൽക്കും. കാരണം നമ്മൾ ആ ഡിലേ ആവുന്ന സമയത്തായിരിക്കും ആരെങ്കിലും നമ്മുടെ ഇടയ്ക്ക് കയറി നിൽക്കുന്നത് വെയ് ചെയ്യാനായിട്ട്. ഒരു സാധനമൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് വെയ് ചെയ്യാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ സ്പീഡായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കത്തില്ലേ. പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. മീറ്റ് സെക്ഷൻ, ഫിഷ് സെക്ഷനിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ബ്രസ്റ്റ് പീസസ്, ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ്, ഞല്ലി, അങ്ങനെ പല പല സാധനങ്ങൾ. മട്ടൻ്റെ ഞല്ലി, ബ്രെയിന്, ലിവർ, എല്ലാ പാർട്സും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അൽഫാമിന് വേണ്ടിയിട്ടൊക്കെ മസാല ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാത്തിൻ്റെ എല്ലാ ഇതും ഉണ്ട്. പിന്നെ ഞങ്ങൾ മട്ടൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ മട്ടൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സ്വീറ്റ് സെക്ഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ നോക്കി. പിന്നെ അവിടെ പോയിട്ട് ഓരോ സാധനങ്ങൾ കണ്ട് വിളിച്ച് ചോദിച്ച സമയത്ത് അവനൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവൻ എന്തോ ഒരു സംഭവം മാത്രം വാങ്ങിയിട്ട് വന്നു കേട്ടോ. എന്തോ ഒരു ഡ്രിങ്ക്, അതവന് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ഓർക്കുന്നില്ല, അത് മാത്രം വാങ്ങിയിട്ട് വന്നു. അതൊന്നും അവന് വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങളവിടെ പോയ സമയത്ത് കാഷ്യൂ, ഡേറ്റ്സ്, ആൽമണ്ട്സ്, പായസം മിക്സ്, പിന്നെ അങ്ങനത്തെ സർഫ് പൗഡർ, അതിനൊക്കെയായിരുന്നു കുറച്ച് ഓഫേഴ്സ് ഉണ്ടായിരുന്നത്. പിന്നെ ഐസ്ക്രീമിനൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഓർക്കണില്ല കാരണം ഞാനത് നോക്കിയില്ല ഐസ്ക്രീമിനെ കുറിച്ച്. അപ്പോൾ അവിടെ ഓരോ സമയത്തും ഡേ ബൈ ഡേ ഓരോ സാധനങ്ങൾക്കായിരിക്കും ഓഫേഴ്സ്. അപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്കാണെങ്കിൽ എക്സ്ട്രാ കിട്ടും, അങ്ങനെയാണ്.
അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി. ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഹൈപ്പറിൽ കയറിയാൽ അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ബില്ല് ചെയ്ത് പുറത്തേക്ക് വന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടായിരുന്നു ലൈക്ക് ചെയ്യുക, ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബൈ.